ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ കൂടുതൽ പരാതികൾ. 2 യുവതികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. 2020-21 കാലഘട്ടത്തിൽ പീഡിപ്പിച്ചുവെന്നാണ് യുവതികളുടെ പരാതി. അതേസമയം വേടൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഹർജിയിൽ സർക്കാർ ഇന്ന് വിശദീകരണം നൽകും. വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നിഷ ദിലീപാണ് നൽകുന്നത്. നിഷ, 2 വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അതിൽ ഒന്ന്, കൂടുതൽ പരാതികൾ ഈ റാപ്പർ വേടനെതിരെ കടന്നു വരികയാണ്. കാരണം നേരത്തെ തന്നെ ബലാത്സംഗവും പീഡനവും ഉൾപ്പെടെയുള്ള പരാതികൾ ഇയാൾക്കെതിരെ ഉയർന്നിരുന്നു. ഇപ്പോൾ കൂടുതൽ പെൺകുട്ടികൾ സമാന രീതിയിലുള്ള പരാതികളുമായി രംഗത്തെത്തുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയെന്നാണല്ലോ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പറയൂ നിഷ. ഗൗതം, ബലാത്സംഗ കേസിൽ അറസ്റ്റ് ഭയന്ന് റാപ്പർ വേടൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. ഈ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കവെയാണ് വേടനെതിരെ കൂടുതൽ പരാതികൾ വരുന്നത്. 2 യുവതികളാണ് വേടനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. 2020-21 കാലഘട്ടത്തിൽ വേടൻ പീഡിപ്പിച്ചു എന്നാണ് യുവതികൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. ഇതിൽ ആദ്യത്തെ പരാതി നൽകിയ യുവതി ഒരു ദലിത് സംഗീതത്തിൽ ഗവേഷണം നടത്തുന്ന യുവതിയാണ്. 2 യുവതികളും സംഗീത മേഖലയുമായി ബന്ധപ്പെട്ടുള്ളവരാണ്. ഈ ദലിത് സംഗീതത്തിൽ ഗവേഷണം നടത്തുന്ന യുവതി വേടന്റെ പരിപാടികൾ കണ്ട് വേടനെ ഫോണിൽ വിളിച്ചിരുന്നു. അങ്ങനെ പരിചയമുണ്ട്. പിന്നീട് വേടൻ കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി. അവിടെ വെച്ച് ബലമായി കയറി പിടിക്കാൻ ശ്രമിച്ചു. അത് തടയാൻ യുവതി ശ്രമിച്ചു. ആ സമയത്ത് വേടൻ ക്രൂരമായി ഉപദ്രവിച്ചു എന്നാണ് ആദ്യത്തെ യുവതി നൽകിയ പരാതിയിൽ പറയുന്നത്. 2ാമത്തെ യുവതിയും സംഗീത മേഖലയുമായി ബന്ധപ്പെട്ടുള്ളവരാണ്. ഇവർ പ്രശസ്തയായ ഒരു സംഗീതജ്ഞയാണ്. ഈ യുവതിക്കും വേടനെ പരിചയമുണ്ടായിരുന്നു. ഇവർ തമ്മിൽ ഫോൺ വഴി ബന്ധമുണ്ടായിരുന്നു. ഈ സമയത്ത് ഒരിക്കൽ വേടൻ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി. തുടർന്ന് ഇവരെയും ബലമായി പീഡിപ്പിച്ചു എന്നാണ് ഈ 2 പരാതികളിലും പറയുന്നത്. എന്തായാലും 2020-21 കാലഘട്ടങ്ങളിലാണ് ഈ 2 പെൺകുട്ടികളെയും വേടൻ ഉപദ്രവിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത്. അതേസമയം ഇന്ന് വേടന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. സർക്കാർ ഇന്ന് കോടതിയിൽ നിലപാട് വ്യക്തമാക്കും. ആ സമയത്താണ് കൂടുതൽ പരാതികൾ വേടനെതിരെ വരുന്നത്. തന്നെ സംഘടിതമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് വേടൻ പറയുന്ന പ്രധാന ആക്ഷേപം എന്ന് പറയുന്നത്. തനിക്കും മാനേജർക്കും നിരന്തരം ഭീഷണി കോളുകൾ വരുന്നുണ്ട്. കൂടുതൽ യുവതികളെ കൊണ്ട് പരാതി നൽകുമെന്നാണ് ഈ ഭീഷണി കോളുകളിൽ പറഞ്ഞിരുന്നതെന്ന് ഈ ജാമ്യ ഹർജിയിൽ വേടൻ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഏതെങ്കിലും ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന പരാതി ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരില്ല എന്നും വേടൻ ഹർജിയിൽ വാദിക്കുന്നുണ്ട്. കാരണം ഈ കോട്ടയം സ്വദേശിയായ യുവ ഡോക്ടറുടെ പരാതിയിലാണ് കഴിഞ്ഞ ജൂലൈ 31-ന് തൃക്കാക്കര പോലീസ് വേടനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഒപ്പം നിഷ, ഇന്ന് ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാടാകും ഹൈക്കോടതിയിൽ കൈക്കൊള്ളുക എന്നത് വളരെ നിർണായകമാണല്ലോ. കാരണം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ വേടനെ പറ്റിയുള്ള അവരുടെ മുൻകാല നിലപാടുകളൊക്കെ നമുക്കറിയാം. അടുത്ത തലമുറയെ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ വരെ ഈ മഹാനെ പറ്റി പഠിപ്പിക്കണമെന്ന് പറഞ്ഞ ഒരു ഭരണകൂടമാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ അതേ വേടനെതിരെ പെൺകുട്ടികൾ തന്നെ രംഗത്തെത്തുന്ന പശ്ചാത്തലം, തുടർച്ചയായി ഇയാൾ പീഡിപ്പിച്ചുവെന്ന് 1-2 കുട്ടികളല്ല പറയുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്തരം കേസുകൾ വരുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാർ എന്ത് നിലപാട് ഈ കേസിൽ ഹൈക്കോടതിയിൽ കൈക്കൊള്ളുമെന്നത് വളരെ നിർണായകമാകുകയാണല്ലോ നിഷ. ഗതും തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സംസ്ഥാന സർക്കാർ ഇന്ന് നിലപാട് വ്യക്തമാക്കും. പക്ഷേ ആ നിലപാട് എന്താണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. കാരണം ഇത്രയും ദിവസമായി, കഴിഞ്ഞ ജൂലൈ 31-നാണ് തൃക്കാക്കര പോലീസ് കോട്ടയം സ്വദേശിയായ യുവ ഡോക്ടറുടെ പരാതിയിൽ വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ആഴ്ചകൾ പിന്നിട്ടിട്ടും വേടനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. വേടൻ ഒളിവിലാണോ എന്ന ചോദ്യത്തിന് എറണാകുളം ACPക്ക് എറണാകുളം പോലീസ് ഓഫീസർക്ക് മറുപടിയില്ല. ഒപ്പം തന്നെ വേടൻ കേരളത്തിലുണ്ടോ അല്ലെങ്കിൽ കേരളം വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രതികരിക്കാനായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും കഴിഞ്ഞിട്ടില്ല. എങ്കിലും വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതുവരെ വേടന്റെ അറസ്റ്റ് തടയാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് നമുക്ക് പറയാം. കാരണം ഇതുവരെ വേടനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വേടന്റെ സംഗീത പരിപാടി, അതായത് ഈ ജൂലൈ 31-ന് വേടനെതിരെ തൃക്കാക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് വേടൻ്റെ ഒരു സംഗീത പരിപാടി ബോൾഗാട്ടി പാലസിൽ ഉണ്ടായിരുന്നു. ഇത് ടിക്കറ്റ് വെച്ചുള്ള ഒരു സംഗീത പരിപാടിയായിരുന്നു. ഇതിന് ടിക്കറ്റുകളൊക്കെ വിറ്റുപോയിരുന്നു. പക്ഷേ ആ ഒരു പരിപാടിയിൽ വേടൻ പങ്കെടുക്കാൻ വരുമ്പോഴെങ്കിലും വേടനെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേടൻ വന്നില്ല. ആ പരിപാടി തന്നെ ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് സംഘാടകർ വേടന് വരാൻ കഴിയാത്തത് കൊണ്ട് പരിപാടി ക്യാൻസൽ ചെയ്തു എന്ന് അറിയിക്കുകയും ചെയ്തു. എന്തായാലും ആ പരിപാടിയിൽ വേടൻ
വന്നില്ല. വേടൻ ഒളിവിലിരുന്നു കൊണ്ട് വേടൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വേടന്റെ ഈ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നത് വരെയും വേടന്റെ അറസ്റ്റ് തടയാനുള്ള ഒരു സംഘടിത നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. എന്തായാലും ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വേടനെതിരെ ഇത്രയധികം പരാതികൾ, ഇന്നിപ്പോൾ ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കുന്ന ദിവസമാണ്. അല്പസമയത്തിനകം തന്നെ ജസ്റ്റിസ് ബിച്ചു തോമസ് കുര്യന്റെ ബെഞ്ച് ജാമ്യ ഹർജി പരിഗണിക്കും. ആ സമയത്തിന് മുമ്പ് തന്നെ ഈ വേടനെതിരെ കൂടുതൽ പരാതികൾ, 2 യുവതികളുടെ പരാതികൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പരാതികൾ നൽകിയ യുവതികളെ നേരിട്ട് കാണാനായി മുഖ്യമന്ത്രി സമയവും നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇന്നോ നാളെയൊക്കെയായി ഈ യുവതികൾ മുഖ്യമന്ത്രിയെ കണ്ട് തങ്ങൾക്ക് വേടനിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കുക തന്നെ ചെയ്യും. എന്തായാലും കൃത്യമായി 2020-2021 കാലഘട്ടങ്ങളിൽ റാപ്പർ വേടനെതിരായ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നിപ്പോൾ കേരള ഹൈക്കോടതി പരിഗണിക്കാൻ പോകുകയാണ്. ഈ കേസിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാടാകും കോടതിയിൽ കൈക്കൊള്ളുക എന്നത് വളരെ നിർണായകമാണ്. ഒപ്പം ഈ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ കൂടുതൽ പെൺകുട്ടികൾ പീഡന പരാതിയുമായി രംഗത്തെത്തുന്നു. ഇതിൽ 2 പെൺകുട്ടികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് പരാതി നൽകി എന്നാണ് കൊച്ചിയിൽ നിന്നും നിഷ ദിലീപ് റിപ്പോർട്ട് ചെയ്യുന്നത്.